അസ്സലാമു ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലാണ്ട് സമാധാനപരമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. ഇന്നലെ ഇന്നും തൊട്ട് നെറ്റ് ഏകദേശം ഒരേപോലെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും അതിൻ്റെ കളർ ചെറുതായിട്ടൊരു സമയമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. പാല് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വേഗം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ട സാധനം ഉണ്ടല്ലോ, അത് നമുക്കിന്ന് വേഗം ഇഡ്ഡലി ഉണ്ടാക്കി നോക്കണം. എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ആട്ടോ എനിക്ക് ആ മാവൊന്ന് നോക്കണം, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ചായക്ക് പാലും ഇതൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് മാവെടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്നും കൂടി ഇളക്കിയപ്പോൾ കറക്റ്റ് ഇഡ്ഡലി മാവിൻ്റെ അതേ ഇതിൽ. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ചുട്ട് നോക്കിയാലേ ഉള്ളൂ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ വലിയൊരു ടൈമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലാഭം കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ ചായ വെക്കാൻ വേണ്ടി പാലൊന്ന് തിളപ്പിച്ച് അപ്പുറത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചായ ഗ്ലാസും കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നിരത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ പറയുക, അങ്ങനെ ഓക്കെ. ഇതാ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറേ കമൻറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് കമൻറ്റും അതിൻ്റെ റിപ്ലൈയും ഒക്കെ നമുക്കിങ്ങനെ നോക്കാം. ഞാൻ ബ്ലോഗ് വഴി കമൻറ്റ് ബോക്സ് വഴി റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ അതെന്തായാലും എൻ്റെ ബ്ലോഗ് വഴി ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്തോളൂ. എന്നിട്ട് നെക്സ്റ്റ് ഡേത്തെ ബ്ലോഗ് നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ. അപ്പോൾ പിന്നെ അതിലങ്ങോട്ട് നമുക്ക് റിപ്ലൈ തരാൻ പറ്റും. അങ്ങനെ ചായ പിണ്ടിയൊക്കെ പിഴിഞ്ഞെടുത്ത് ഞാൻ കപ്പിലോട്ട് ചായ ഒഴിക്കുകയാണ് കേട്ടോ. അതിൽ ഒരുപാട് ചായ ഉണ്ടാവും. നമ്മളിവിടെ ഒരു മണി പോലത്തെ ടീ പൗഡറാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ റിഹാൻക്കുള്ള ചായ അവിടെ അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ചായ കൊണ്ടുവച്ചു. ഞാനിതാ ഒരു 1/4 കപ്പ് ചായ കുടിക്കുന്നുണ്ട്. അത്രയും തന്നെ, നിങ്ങൾക്ക് കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അതിൽ ചായ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവില്ലേ. അപ്പം ഞാൻ അത് അവിടെ നിന്നിട്ട് തന്നെ കുടിക്കാനേ ഉള്ളൂ, ഞാൻ ഇരിക്കാനൊന്നും പോയില്ല. ഒരു 2 സിപ്പ് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുടിച്ച ശേഷം ഞാൻ വേഗം പോയിട്ട് എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം. ഞാൻ കുറച്ച് നേരം അവിടെ വെച്ചു കേട്ടോ. സിറ്റൗട്ടൊക്കെ ഒന്ന് പോയി അടിച്ചു വാരി ഇതാക്കുന്നവരെ ആ വെള്ളത്തിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ട് വന്നു. ബാക്കി വേഗം വന്നിട്ട് സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ജിനിത്ത കുക്കറിൽ 2 വിസിൽ അടിച്ചാൽ മതി, എഗ്ഗ് റെഡിയാവും. ഗ്യാസ് അത്രയും നമുക്ക് ലാഭിക്കാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് അല്ലാണ്ട് ശരി, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. സുഖമാണോ? നാട്ടിൽ മഴയുണ്ടോ ചോദിക്കുന്നുണ്ട്. മഴ വളരെ കുറവാണ്. ഹായ് ജിനി. ഓ ഹായ്. സൂപ്പർ വ്ളോഗ്, നല്ലോണം മെലിഞ്ഞ് സുന്ദരിയായി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ എടാ, തൻ്റെ കുക്കിംഗ് ഒക്കെ പക്ക, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ. എനിക്കും ഉള്ളി അത്യാവശ്യം വേണം, എന്നാലേ കറിക്ക് രുചി ഉണ്ടാവൂ. അതെ, ഉള്ളി വഴറ്റി ചേർന്ന് ആ ഒരു ഉള്ളിയുടെ തിക്നെസ് വേണം നമുക്ക് കറിയിൽ കിട്ടാൻ. തേങ്ങ അരക്കാത്ത കറിയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉള്ളി വേണ്ടി വരും. ചില ആൾക്കാരുണ്ട് വെള്ളം പോലത്തെ കറി വെച്ചിട്ട് ഒരു ഉള്ളിയൊക്കെ എടുക്കും, എന്നിട്ട് കറി തന്നെ ഒരു കറിയാണോ അതോ കുളത്തുനിന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന കറികളാണ്. ഇപ്പോൾ പിന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് കുക്കിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ചില ഭാഗങ്ങളിൽ വെള്ളം പോലത്തെ കറി ഉണ്ടാവും. അവർക്ക് അതേ പറ്റുള്ളൂ. അത് കാരണമായിരിക്കാം മേ ബി അവരങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ഇഡ്ഡലി പാത്രം ഒന്ന് കഴുകിയെടുത്തു. പിന്നെ എഗ്ഗ് ഒന്ന് കഴുകിയിട്ട് അത് വീണ്ടും ഒന്നും കൂടെ വാഷ് ചെയ്തെടുത്തു കേട്ടോ. ഇനി അതിൽ വെള്ളമാക്കിയിട്ട് നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കണം. ഇന്ന് ഞാൻ ഇതിൽ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചു. ഇനി നാളെ ഞാൻ കുക്കറിൽ വെക്കാം. നിങ്ങളുടെ കമൻറ്റിനെ മാനിച്ചുകൊണ്ട് ഞാൻ നാളെ കുക്കറിൽ വെക്കാം. അങ്ങനെ ഗ്യാസ് ഓണാക്കി ഇതാ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഇഡ്ഡലി തട്ടിയിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തു കേട്ടോ. ബട്ടറും ചെയ്യാം. ഞാൻ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തു. ഇതുപോലെ ഓരോ കുഴികളിലായിട്ട് ഇഡ്ഡലി ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ ഒരുപാട് മാവ് ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരുപാട് ഒഴിച്ചാൽ ഒന്നും കൂടി പൊങ്ങി വരും. പിന്നെ പൊതുവേ എൻ്റെ ഇഡ്ഡലി തട്ട് കുറച്ചിങ്ങനെ പരന്നിട്ടുള്ളതാണ്, ഉരുണ്ടിട്ടുള്ള ഇഡ്ഡലി എല്ലാം കിട്ടുക കേട്ടോ എനിക്ക്. അതുകൊണ്ടും കൂടി ആയിരിക്കാം മേ ബി നിങ്ങൾക്ക് എൻ്റെ ഇഡ്ഡലി പൊങ്ങിയിട്ടില്ല എന്നുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം
അല്ലേ. അപ്പോഴത്തേക്കും ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ ലാപ്പും കാര്യങ്ങളും ഒക്കെ നിരത്തി വെച്ചേക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഞാൻ കറണ്ട് അടുപ്പിലേക്ക് മാറ്റി വെച്ചിരുന്നു കേട്ടോ എഗ്ഗ്. അപ്പോൾ അതൊന്നും ആയിട്ടുണ്ട്. പിന്നെ ഇഡലി നല്ല മൊഞ്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും ഇതിലൊന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഇന്നലത്തെ വ്ളോഗ് അഥവാ കാണാത്തവരുണ്ടെങ്കിലോ. എടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് കിട്ടി. ചൂടോടുകൂടി തന്നെ എടുത്തപ്പോഴേ ഒട്ടിപ്പിടിച്ചില്ല. സോ ഞാൻ ഇഡലിയുടെ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിയായി. കുറച്ച് തരിതരിന്നനെ ഉണ്ടാവും, പക്ഷേ ആ തരിതരിന്നനെ ഇല്ലാതാക്കാൻ എനിക്ക് തോന്നുന്നു ആ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയാൽ മതി തോന്നുന്നു. അതായത് ഈ പൊടിനെ ഒന്ന് കറക്കിയാൽ മതി എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റ് ഇഡലി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി ചട്നി അരയ്ക്കണം. അയൻകുട്ടിക്ക് കഴിക്കാൻ കൊടുക്കണമല്ലോ. അവനക്ക് കൊണ്ടുപോകാനും കഴിക്കാനും കൂടിയാണ് ഞാൻ ഈ ഇഡലി ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ നമ്മൾ തേങ്ങാപ്പാര ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയിട്ട് ഞാൻ തേങ്ങയൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താണ്, ജിനി മോളുടെ കുക്കിംഗ് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. താങ്ക് യു. നല്ലൊരു വർക്ക് ചെയ്യുന്നു, നല്ലോണം വർക്ക് ചെയ്യുന്നു ജിനി, സൂപ്പർ ഹൗസ് വൈഫ് ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കുറേ ഹാർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. തനൂജ അഷ്റഫ് എന്നുള്ള ID നിന്നാണ് നമുക്കത് വന്നേക്കുന്നത്. താങ്ക് യു. പിന്നെ എഗ് ബോയിൽ ചെയ്യാൻ സ്റ്റീൽ കുക്കർ മതി, കറ വരില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം അല്ലേ. പിന്നെ ജിനി പറഞ്ഞ് കുറേ തംസപ്പും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കുറേ ഹാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഞാനിതാ തേങ്ങ പൊളിച്ചെടുത്തപ്പോഴാണ് ആ തേങ്ങ ചളിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമ്മൾ കൊട്ടത്തേങ്ങക്കാവേണ്ട ഒരു പരുവത്തിലായിക്കണു കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി പിന്നെയും വേഗം പോയി ഒന്നുകൂടെ പൊളിച്ചിട്ട് വന്നു. എന്നിട്ട് മിക്സഡ് ജാറിൽ ആദ്യം ഉപ്പും പച്ചമുളകും കൊത്തിയെടുത്ത തേങ്ങയും കൂടെ ഒന്ന് കറക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുക. അതിനുശേഷം ഞാൻ ചട്നി ഒന്ന് താളിച്ചെടുക്കുകയാണ്. ചട്നി താളിച്ചെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചൂടുള്ള പാത്രത്തിലേക്ക് ഒഴിക്കാറില്ല. താളിപ്പ് ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ചട്നി ആക്കിയിട്ട് ഇങ്ങോട്ടാണ് കേട്ടോ ഒഴിക്കാറ്. അങ്ങനെ കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചട്നീനെ ഒരു പാത്രത്തിലോട്ട് ആക്കും ചെയ്തു. കറിവേപ്പില ഇടുമ്പോൾ പിന്നെ ഇങ്ങനെ മാറി മാറി നിൽക്കും കേട്ടോ. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇഡലി ഒന്ന് അവനക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ടുണ്ട്. അവൻ പൊതുവേ ഒരു ഇഡലിയൊക്കെ കഴിക്കുന്ന ആൾ ഇന്ന് 3 എണ്ണമൊക്കെ കഴിച്ചു. കാരണം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇഡലി കഴിക്കാൻ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരൊറ്റ വായേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒന്ന് കഴിച്ചു, ചോറ് കഴിക്കണതിന് പകരം. അപ്പോൾ എന്തായാലും 200 ഗ്രാമാണ് ഇവിടെ ഉഴുന്ന് വേണ്ടത്. അതിലേക്ക് ഒരിച്ചിരി ഉലുവട്ടു. പിന്നെ അത് ഞാനൊരു 3-4 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരു കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് അരച്ചിട്ട് ഈ പുട്ടുപൊടി അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി കട്ടിക്ക് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ നല്ലോണം കട്ടിയായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി കട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കൂടെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇളക്കിയിട്ട് അവിടെ വെച്ചു. ഓവർനൈറ്റ് മൊത്തം പുറത്ത് വെച്ചിട്ടാണ് ഇഡലി ചുട്ടെടുത്തത്. ആവശ്യത്തിനുള്ള പുളി ഉണ്ടായിരുന്നു, പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ക ഇഡലി തന്നെയായിരുന്നു. എത്രയോ സമയം ലാഭം. അതേപോലെ ജോലിക്കൊക്കെ പോണവർക്കൊക്കെ ഭയങ്കര ഈസിയാണെന്ന് തന്നെ പറയുള്ളൂ. പിന്നെ എപ്പോഴും ഇഡലി കഴിക്കാത്തവരുണ്ടാവില്ലേ, ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ അത് ഈസിയാണ് കേട്ടോ. ഞാനൊക്കെ ഗ്രൈൻഡറിലാട്ടുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാട്ടും. അപ്പോൾ അത് തീരാൻ വേണ്ടിയിട്ട് 4, 5, 6 ദിവസമൊക്കെ, ചിലപ്പോൾ 5 ദിവസമൊക്കെ നമുക്ക് ഇഡലി തന്നെ ഉണ്ടാക്കേണ്ടി വരാറുണ്ട്. കാരണം അത് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ദിവസം മതി കേട്ടോ മാവ് ഇതാക്കാൻ. നമ്മൾ ഗ്രൈൻഡറിലാട്ടുമ്പോൾ ക്വാണ്ടിറ്റിയിൽ കൂടുതലാട്ടും, കാരണം എപ്പോഴെങ്കിലും ആട്ടുന്നതല്ലേ, അതുകൊണ്ട്. അങ്ങനെ ഞാനിതാ മോനിക്ക് കഴിക്കാൻ കൊടുത്തു. അതിൻ്റെ ഇടയിൽ എഗ്ഗ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള എഗ്ഗ് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചു. അവൻ്റെ ചോറ്റുപാത്രമൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. പിന്നെ റാഗി കുറുക്കിയിട്ട് എന്താ ചെയ്തത് അതൊന്ന് ക്ലിയർ ചെയ്യുമോ, അത് ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്നും പറയണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് ഇന്ന സമയത്ത് കഴിക്കണം എന്നൊന്നുമില്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല എനർജിയാണ് കേട്ടോ. വീഡിയോ ഇടണ്ടാ.
അപ്പോൾ റാഗിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരാം. ഇപ്പം നമ്മൾ ആ റാഗിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അത് ജിമ്മിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എടുക്കാം. നല്ല എനർജി ആയിരിക്കും. കാർഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എനർജി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനതിൽ ആപ്പിളാണ് ഇട്ടത്. നമുക്ക് ഡ്രൈ നട്ട്സും റോബസ്റ്റ അങ്ങനെ പലതും ഇടാം. ഹണി ഒഴിച്ചിട്ട് മധുരത്തിന് വേണ്ടി ഹണി ഇടുക, ഡേറ്റ്സ് ഇടുക. റാഗി കുറുക്കിയിട്ട് നമ്മളത് അതിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്ത് സാധനം ഇട്ട് അടിച്ചാലും ടേസ്റ്റുമാണ് ഹെൽത്തിയാണ്. മധുരമായിട്ട് ഇടരുത്. ഒന്നുമില്ലേ ഡേറ്റ്സ് എടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി തേൻ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഡയറ്റൊക്കെ ഉള്ളവർ. തടിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്, എന്നാലും അത് അൺഹെൽത്തി ആണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് ആ റാഗിയുടെ കുറുക്ക് എടുക്കേണ്ടത്. നമുക്ക് നല്ല സ്റ്റാമിന ഉണ്ടാവും, പിന്നെ എല്ലിനും മുടിക്കും ഒക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ റാഗിങ്, ഒന്ന് റാഗിങ് തമ്മിൽ നല്ല സാമ്യമല്ലേ പറയുമ്പോൾ, പക്ഷെ അർത്ഥം രണ്ടും വേറെ തലങ്ങളിലോട്ട് മാറുന്നുണ്ട്. അപ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ട ശേഷം നമുക്ക് റാഗിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. അവനിങ്ങനെ വന്നിട്ട് ഇക്കാക്ക് റാഗിങ് ഉണ്ടാവുമോ കോളേജിൽ എന്നൊക്കെ ചോദിച്ചു കേട്ടോ എന്നോട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ജിനിമാനെ റാഗ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ +1 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, +2 പോയില്ലല്ലോ. +1 പഠിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ റാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പെന്നൊക്കെ അഴിച്ചിട്ട് അത് ഫുള്ള് സെറ്റ് ചെയ്യാൻ പറയും, പിന്നെ പേരെന്താ അങ്ങനെ കുഞ്ഞു റാഗിങ് മാത്രം, അല്ലാണ്ട് വലിയ റാഗിങ്ങിലോട്ടൊന്നും നമുക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും നമുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവന് ഓരോന്ന് സംസാരിച്ചപ്പോൾ എന്നെ റാഗ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അവന്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നമുക്കതങ്ങ് ഒളിച്ച് വെക്കാം അല്ലേ, അതല്ലേ രസം. കുട്ടികളോട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ. പറയുന്നു പറഞ്ഞിട്ട് നമ്മൾ ഓക്കെ കുഴപ്പമില്ല അത് പറഞ്ഞോ എന്നായിരിക്കും. അല്ലെങ്കിൽ തന്നെ അവർ പറയും ജിനിമ്മ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരെ പ്രൈവസി ഇല്ലാണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഇഡലിയൊക്കെ ഉണ്ടാക്കുക, ഞങ്ങൾക്കല്ല ഞാനില്ല, ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ള ഇഡലിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാനിന്ന് എഗ്ഗും ആപ്പിളും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഡയറ്റ് പ്ലാനിൻ്റെ ഇതിൽ കഴിയാറായിട്ടോ. എന്തായാലും ഞാൻ ലാസ്റ്റ് ഈ 60 ദിവസം ഞാൻ ഡയറ്റ് എടുത്തിട്ട് എന്താണ് എനിക്ക് ചേഞ്ച് വന്നത് എന്നുള്ളത് ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കാം. 60 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വെയിറ്റ് മെഷീൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇതിൽ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ഇഡലി മാവൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും കുറേ കമൻസ് വന്നിട്ടുണ്ട്. എന്താ പറയുക, പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കൂ. പൂച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ സ്നേഹത്തോടെ അങ്ങനെ തലോടി അങ്ങനെയൊന്നും എനിക്ക് കൊടുക്കാൻ വയ്ക്കില്ല. ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കാറുണ്ട്, അത് കഴിക്കാറുണ്ട്. ഒരുപാട് സ്നേഹമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അതെൻ്റെ പിന്നാലെ തന്നെ എപ്പോഴും ഉണ്ടാവും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും. അല്ലാണ്ട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തൊടാനും പിടിക്കാനും ഒക്കെ വന്നാലോ, മേൽക്കൂടെയൊക്കെ ഗുഡ് നൈറ്റ്, മേൽക്കൂടെയൊക്കെ ഇങ്ങനെ ഇതാക്കാനൊക്കെ വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്താണ് വിശേഷം ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അലുമിനിയം പാത്രത്തിലാണ് കളർ വരിക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ എഗ്ഗ് പുഴുങ്ങുന്നതിൻ്റെയാണോ? ഓക്കെ, ഞാൻ കാണാറുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? എനിക്ക് ഡേറ്റ് എടുക്കണം, നാഷ്ട കഴിക്കാറുണ്ടോ? എനിക്ക് ഡയറ്റ് എടുക്കണം, നാഷ്ട കഴിക്കാറുണ്ടോ എന്നാണ് കേട്ടോ ചോദിച്ച്. നഷ്ടമെന്നൊക്കെ വായിച്ചു പോയി ഞാൻ. എന്തായാലും ഡയറ്റ് എടുക്കൂ. നമ്മൾ 3 നേരം കഴിച്ചിട്ട് തന്നെയാണ് ഡയറ്റ് എടുക്കുന്നത്. പട്ടിണി കിടന്നിട്ടൊന്നും അല്ല കേട്ടോ. പട്ടിണി കിടന്നിട്ടൊന്നും ആരും ഡയറ്റ് എടുക്കണ്ട. നന്നായിട്ട് വെള്ളം കുടിക്കണം ഡയറ്റ് എടുക്കുമ്പോൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാൻ വേഗം എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ ഫുള്ളൊന്നും ഞാൻ കഴിച്ചില്ല, കുറച്ച് കഴിച്ച് കുറച്ച് എല്ലാവർക്കും ഷെയർ ചെയ്തെടുത്തു. പിന്നെ 2 എഗ്ഗുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ
ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കിടന്നിട്ടുണ്ട്. കുറേ ആയാലും വീഡിയോ കണ്ടിട്ട് എവിടെ പോയിന്ന്. അലി മുഹമ്മദ്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, നിങ്ങൾ വീഡിയോ കാണാനിട്ടാണ് ഇനി കാണണം കേട്ടോ. പിന്നെ വെരി നൈസ്, ഹായ് ജിനി, കുറേ നൈസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്. FBയിലുള്ളവർക്ക് പ്രത്യേകിച്ച് എൻ്റെ വീഡിയോ ഒക്കെ ഒന്നും പറയാനില്ലേ, കമൻറ്റ് ഒന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യടോ, അല്ലെങ്കിൽ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടണം നിങ്ങൾ കാണുന്നില്ലേ. അതായത് എനിക്കെന്താ വ്ളോഗിൽ പറയേണ്ടതെന്ന് അറിയില്ല. അവസാനം ഞാൻ മ്യൂസിക് അങ്ങോട്ട് ഇട്ട് വിടും, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ ചായ അടിപൊളി ജിനിത്താന്ന് പറയും. ഇനിയിപ്പോൾ ഞാൻ ഭീഷണിപ്പെടുത്തിയെന്നൊന്നും ആരും പറയരുത്, ഓക്കെ. ചായ അടിപൊളി ജിനിത്താന്ന് പറയുന്നുണ്ട്, ഓക്കെ. ഇന്നലെ ചായൻ്റെ കമൻറ്റ് കണ്ടപ്പോഴാണ്, ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അതായത് നിങ്ങളാണ് എന്നെ ചായ കുടിപ്പിക്കാൻ പഠിപ്പിച്ചത്, താജ്മഹൽ ചായ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ ചായ ഉണ്ടാക്കണ കണ്ട് ചായ കുടിക്കാൻ ശീലമായ കുറേ പേരുണ്ട് എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ ചാനലിൽ ഞാൻ വൃത്തികെട്ട സ്വഭാവം നിങ്ങളെ പഠിപ്പിച്ചോ ഉണ്ടെങ്കിൽ സോറി കേട്ടോ. ഞാനും എൻ്റെ 25ാമത്തെ വയസ്സിലൊക്കെ തന്നെയാണ് ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. എവിടേക്കോ നല്ല മഴ പെയ്യുന്നുണ്ട്, നമ്മളെവിടെ ഇങ്ങനെ അവരിങ്ങനെ ചീറ്റി തരുന്നുണ്ട് ആരാണെങ്കിലും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ജില്ലക്കാർ എന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മളടുത്തുള്ള ജില്ലക്കാരിങ്ങനെ ചീറ്റി തരില്ലേ, അത്രയേ ഉള്ളൂ കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കോമഡി പറഞ്ഞതാണ്, അതിന് സീരിയസ് ആയിട്ടൊന്നും എടുക്കരുത്. അങ്ങനെ ഞാനിതാ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഫുട്ബോൾ ഉണ്ട് തോന്നുന്നു, രാത്രിയിൽ അവർ കാണണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റിഹാന് പ്രത്യേകിച്ച് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കാണും. അയാൾക്ക് പിന്നെ അങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് അങ്ങനെ ഉറക്കമൊക്കെ ഒഴിച്ചിരിക്കാൻ. അവൻ്റെ ആൾക്കാർ കളിക്കുമ്പോഴേ അവൻ ഇരിക്കുന്നില്ല, അപ്പോൾ പിന്നെ ഉണ്ടോ വേറെ. അപ്പോൾ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടു. പിന്നെ ഉച്ചയ്ക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഒന്നാമത് നമ്മൾ 2-3 ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ ഇന്ന് വളരെ ലഘുവായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോറും പരിപ്പും ഉപ്പേരി മാത്രമാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയത്. പിന്നെ അച്ചാർ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. തൈരും ഉണ്ട്, അച്ചാറും ഉണ്ട്. ഉണക്കമീനുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് എടുത്തില്ല. ഒന്നാമത് നമ്മൾ ഫ്രൈഡേയിൽ നെയ്ച്ചോറും മഷ്റൂം അങ്ങനെയൊക്കെ ഉണ്ടാക്കി. സാറ്റർഡേയിൽ നമ്മൾ ചിക്കൻ നാടൻ കറി ഉണ്ടാക്കി, പിന്നെ ഫ്രൈഡ് ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൺഡേയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി ആട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ മൊത്തത്തിലൊരു ചിക്കൻ വൈബായതുകൊണ്ട് നമ്മൾ വെജ് വൈബാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയൊക്കെ റെഡിയാക്കി കുടിച്ചിട്ട് ഇനിയും നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിമ്മിൽ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അവർ എന്തായിരിക്കും, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ അതോ എടുക്കണ്ട പറയുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ടാവില്ലേ, അതാണ് കേട്ടോ. എനിക്ക് പണ്ട് ഞാൻ മോർണിംഗാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കുറേ ആൾക്കാരെ അറിയാം, അവർക്കും നമ്മളറിയാം ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണ് എന്നുള്ളത് അവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ ഈവനിങ് പോണതുകൊണ്ട് കുറേ പുതിയ ആൾക്കാരാണ്. അവർക്ക് നമ്മൾ അറിയുമോയെന്ന് പോലും എനിക്കറിയില്ല. 2-3 ലേഡീസ്, ഒരു 2 ലേഡിയൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലേഡി എന്താ വർക്ക് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അല്ല, അങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാണ് പിന്നെ അങ്ങനെ പറഞ്ഞു. പിന്നെ ഒരു കുട്ടി വന്നിട്ട് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുന്നുണ്ടോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. അങ്ങനെ വളരെ റയറായിട്ടുള്ള ആൾക്കാർ, വളരെ റയറായിട്ട് ആൾക്കാർക്ക് അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പേടി. അപ്പം ഞാൻ എന്തായാലും ഇതിലൊരു തട്ടിക്കൂട്ട് റെസിപ്പിയും കൂടിയും കാണിക്കുന്നുണ്ട്. ഇതാ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഞാൻ നേരത്തെ ഇട്ട തന്നെയാണ്. എണ്ണ ഒഴിച്ചു കൊടുത്ത് വലിയ ഉള്ളി, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ബീൻസ്, ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു എഗ്ഗ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുക്കുക. സ്ക്രാമ്പിളാക്കുക. ഞാനിവിടെ സെല്ല റൈസ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരൊറ്റ ചോറ്റുപാത്രത്തിലേക്ക് ആക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും അതുപോലെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. സംഗതി ഇവിടെ സെറ്റ്
സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ ലഞ്ചിലൊക്കെ പാക്ക് ചെയ്ത് അന്നേ കൊടുത്തു വിട്ടതാണ്. ഓക്കെ, പിന്നെ നമുക്ക് കുറേ പണികൾ ഇനിയും ബാക്കിയുണ്ട്. ലഞ്ച് വേഗം ആക്കും. കാരണം 2 കുക്കറിലായിട്ട് ചോറും പരിപ്പും വേവിക്കാൻ വെച്ച് കഴിഞ്ഞ് ഇച്ചിരി ഉപ്പേരി വെച്ച് കഴിഞ്ഞ് ഇന്നത്തെ ലഞ്ച് വേഗം കഴിഞ്ഞു. ഒരു അരമണിക്കൂർ മതിയിട്ട് ആ ലഞ്ച് ഉണ്ടാക്കാൻ. ഇത് നമ്മൾ രാവിലത്തെ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയി ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇന്നലത്തെ നമ്മൾ വ്ളോഗിന് ഞാൻ വിചാരിച്ച ഒരു വ്യൂ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.